ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കൃഷ്ണമ്മ. യഥാർത്ഥ പേരല്ല. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്. 2 പേരും ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് മാഡം. ഈ അടുത്ത കാലത്താണ് ഇളയ മകനും പോയത്. അതോടുകൂടി ഞാനും ഭർത്താവും മാത്രമായ വീട്ടിൽ. ഇത്രയും നാളും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു. ഭർത്താവിൻ്റെ മാതാപിതാക്കളും 5-6 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തനിച്ചല്ലേ മാഡം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ വിളിക്കും, അദ്ദേഹവും എന്നെ വിളിക്കും. എടി, തന്നെ ഇരുന്ന് നിനക്ക് ബോറടിച്ചോന്ന്. ഞാൻ പറയും, എന്താ മനുഷ്യ, പിന്നെ ബോറടിക്കില്ലേ, ഇവിടെ പിള്ളേർ പോലുമില്ല. അപ്പോൾ അദ്ദേഹം പറയും, എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല, വന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ കാത് പൊട്ടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ മനുഷ്യന് 45 വയസ്സായിട്ടും അഹങ്കാരം കുറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ എന്നോട് ചോദിക്കും, നീയല്ലേടി എന്ന് രാത്രിയാകുമ്പോൾ എന്നെ ഉറക്കാതെ നുള്ളാൻ വരുന്നത്? അത് പിന്നെ നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് നുള്ളുന്നതാണെന്ന്. ഭർത്താവ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടുതൽ ഡോസ് കൂടിയ കാര്യങ്ങൾ എന്നോട് പറയും. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളില്ലേ ശത്രുക്കളെ പോലെയാണ്, സ്നേഹമുള്ള ശത്രുക്കൾ. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും വഴക്കും വക്കാണോ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യുക. അത്ര ഒരു ബന്ധമാണ്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾക്കെല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പണ്ടേ ഉണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒറ്റപ്പെടലിൻ്റെ വേദന എൻ്റെ മനസ്സിലേക്ക് കയറിയത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി, ഫേസ്ബുക്ക് ഞാൻ ഒരു പേജ് കണ്ടു കേട്ടോ. എന്ത് പേജാണ് നിങ്ങൾ കണ്ടത്? എന്തെങ്കിലും കൊള്ളരുതാത്ത പേജായിരിക്കും. പൊടി, അതൊന്നുമല്ല. ദമ്പതികൾക്ക് ടൂറ്. എന്ത് ടൂറ്? പല സ്ഥലങ്ങളും കാണുക. മൈസൂരിൽ പോവുക, കൂർഗിൽ പോവുക, ഹൈദരാബാദിൽ പോവുക, കേരളത്തിൽ പോവുക, തമിഴ്നാട്ടിൽ പോവുക, അമ്പലങ്ങളിൽ പോവുക, അങ്ങനെ പല പല ടൂറും. നീ ആണെങ്കിൽ അധിക സ്ഥലങ്ങളൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ പോയിട്ടില്ല ഏട്ടാ, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. മാസത്തിൽ ഇനി മുതൽ നമുക്ക് ഓരോ ടൂറ് പോകാം. അമ്പലങ്ങളാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും നമുക്ക് ഇവരുടെ കൂടെ പോകാം. എൻ്റെ ഒരു സുഹൃത്ത് പോയിട്ടുണ്ട്, നല്ല ട്രാവൽസ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് പുതുതായി പല ആൾക്കാരെയും പരിചയപ്പെടാം, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, പല ടേസ്റ്റുള്ളവർ. ആഹാ, അപ്പം നിങ്ങൾ പല ആൾക്കാരെയും കാണാനാണോ പോകുന്നത്? പിന്നെ നീ എന്ത് കാണാനാണ് എൻ്റെ കൂടെ വരുന്നത്? എനിക്കാണെങ്കിൽ നിങ്ങളോട് ചേർന്നിരിക്കണം. അയ്യടി കിളവി, 40 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഓരോരോ പുതുക്കങ്ങൾ കണ്ടില്ലേ? മനുഷ്യ, എന്നെ വെറുതെ കുറ്റം പറയരുത്. ഞാനാണെങ്കിൽ കിളവിയൊന്നുമല്ല, എൻ്റെ മനസ്സ് ഇപ്പോഴും പൂത്ത് നിൽക്കുകയാണ്. എനിക്കറിയാവിടെ എന്നേക്കാൾ പൂത്ത് നിൽക്കാൻ നിൻ്റെ മനസ്സെന്ന്. നിനക്കല്ലേലും ഇത്തിരി എനർജി കൂടുതലാണ്. അങ്ങനെയാണ് വീടുക്കുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ തർക്കിക്കും. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് ടൂർ പോയി. ഹൈദരാബാദാണ് പോയത്. AC വോൾവോ ബസ്സിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ 2 പേരും കൂടെ അടിച്ച് പൊളിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ചെന്നപ്പില്ലേ മാഡം, പലതരത്തിലുള്ള ദമ്പതികളാണ്. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഞങ്ങളുടെ സെയിം പ്രായമുള്ളവരുണ്ട്, പിന്നെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവരുമുണ്ട്. അങ്ങനെ എല്ലാവരുമായി നല്ലൊരു യാത്രയായിരുന്നു. അതിനിടയ്ക്ക് പലരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. പക്ഷേ ഇല്ലേ മാഡം, കണ്ണൂരുള്ളൊരു പെൺകുട്ടി, അവളാണെങ്കിൽ എന്നോട് ഭയങ്കര ഇഷ്ടം. അവളുടെ ഭർത്താവും അവളും കൂടി ആദ്യമായിട്ടാണ് ടൂർ വരുന്നത്. ഞങ്ങളെപ്പോലെ തന്നെയാണ്. പിന്നെ അവൾക്ക് 30 വയസ്സുണ്ട്, ഭർത്താവിന് 32 വയസ്സും. അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അവൾ എന്നോട് പറഞ്ഞു, അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടി മോളെ? ചേച്ചി ഈ ടൂറിന് വന്നത് എന്തുദ്ദേശത്തിലാണ്? സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ. ചേച്ചി, യഥാർത്ഥത്തിലല്ലേ ഈ ടൂറിന് വന്നിരിക്കുന്ന പലർക്കും ലക്ഷ്യം വേറെയാണ്. എന്താടിയാ ലക്ഷ്യം? ചേച്ചി, ശരിക്കുമില്ലേ ഇവരെല്ലാവരും കൂടി ദമ്പതികളായിട്ട് വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില മറ്റു കാര്യങ്ങൾക്കാണ്. എന്താടി ചില മറ്റു കാര്യങ്ങൾ? എൻ്റെ പൊന്നു ചേച്ചിക്കറിയില്ലേ, ഇങ്ങനെ കപ്പിൾസായിട്ട് വരിക, അപ്പോൾ ആരും സംശയിക്കില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ചില പെണ്ണുങ്ങൾക്ക് ഇതിലുള്ള ആണുങ്ങളോട് താല്പര്യം തോന്നാം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം. അതൊക്കെ തോന്നില്ലേടി? അതിനിപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ സ്വന്തം ഭർത്താക്കന്മാരെ വഞ്ചിക്കുമോ? എൻ്റെ ചേച്ചി, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഏതിൽ നിന്ന്? ചേച്ചി ശ്രദ്ധിച്ചോ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള പകുതിയിലധികം ഭാര്യ ഭർത്താക്കന്മാരും ഓപ്പണോ? അതെന്താടി ചേച്ചി ലോകത്തെങ്ങോലെ ജീവിക്കുന്നത്? ചേച്ചി, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലില്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി അങ്ങ് പോകും.
എവിടെ പോകുമെന്ന്. ചേച്ചി ചേച്ചി എന്നെ എടുത്ത് ഞാൻ അങ്ങ് തോട്ടിലെറിയും. ചേച്ചി അവരെല്ലാവരും കൂടി അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങ് പോകുമെന്ന്. ഇപ്പോൾ എനിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് സമ്മതിക്കും. ചേച്ചിയുടെ ഭർത്താവ് ഞാനും കൂടെ പൂന്തോട്ടത്തിൽ പോയി ഡാലിയപ്പൂ പറിക്കും. ഇനിയിപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഭർത്താവിന് ഇഷ്ടമായെന്ന് വെച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ചേച്ചി ഇഷ്ടമാണെന്ന് വെച്ചു, എന്നോട് പറഞ്ഞു. ഞാനതങ്ങ് സമ്മതിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി അപ്പുറത്തെ തോട്ടത്തിൽ പോയി മരച്ചീനി കിഴങ്ങ് തോണ്ടും. എന്താ പെണ്ണെ പറയുന്നത്? നീ ചുമ്മാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിലോ മറ്റിങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ടൂറുകളിൽ അങ്ങനെ സംഭവിക്കുന്നത്. ഇത് അങ്ങനെയുള്ള ടൂറൊന്നുമല്ലല്ലോ, നല്ലൊരു ടൂറല്ലേ എൻ്റെ ചേച്ചി. ടൂറൊക്കെ നല്ലതാണ്, ടൂർ കമ്പനിക്കാരുടെ കുഴപ്പമൊന്നുമല്ല. ഇത് ശരിക്കും ഇതിൽ വരുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പേർക്ക് ഇപ്പോൾ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുത്തൻ വന്ന് എന്നെ തോണ്ടി ചേച്ചി. നീ എന്നിട്ട് നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞില്ലേ? ആരോടും കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? ഒന്ന് പോ ചേച്ചി, തോണ്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ പെണ്ണെ നീ പറഞ്ഞത്? ചേച്ചി, ഏറ്റവും മുന്നിലിരിക്കുന്ന ഇപ്പം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ചെക്കനില്ലേ, സുന്ദര ചെക്കൻ, അവനാണ് എന്നെ തോണ്ടിയത്. എവിടെ അടി തോണ്ടിയത്? അപ്പോൾ അവൾ എന്നോട് ആ ഭാഗം പറഞ്ഞു. നീ എന്നിട്ട് ഒന്നും പ്രതികരിച്ചില്ലേ? എന്താ പ്രതികരിക്കാനാ? പ്രതികരിച്ചിട്ട് എന്താ കാര്യം? എനിക്കാണെങ്കിൽ ആ ചെക്കനെ കണ്ടപ്പോൾ മുതൽ ഇരിക്കപ്പുറതിയില്ല. അപ്പോൾ ഈ ടൂറിൽ വന്നിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ നീയാണല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൾ എൻ്റെ ദേഹത്തേക്ക് വീണങ്ങ് പൊട്ടിച്ചിരിച്ചു. ചേച്ചി ഒരു കള്ളിയാണ്, ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണെന്നും ഞാൻ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോയിട്ടില്ല. ഭർത്താവാണ് എൻ്റെ കണ്ട ദൈവം. പിന്നെ ഭർത്താവിനെ എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കാനാണ്? ഇപ്പം നോക്ക്, എൻ്റെ ഭർത്താവ് സീറ്റിലിരുന്ന് ചേച്ചി നോക്കിയിട്ട് പറയുകയാണ്, ചേച്ചി ഒരു ഉഗ്രൻ ഗുഡ്സ് ആണെന്ന്. അവനങ്ങനെ പറഞ്ഞു? പറഞ്ഞു. ശരിക്കില്ലേ ചേച്ചി, എനിക്കെൻ്റെ ഭർത്താവിൻ്റെ മനസ്സറിയാം. എൻ്റെ ഭർത്താവിന് 40 വയസ്സൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. അതുമാത്രമല്ല, ചേച്ചി പോലെ ഇത്തിരി തടയുള്ള അംഗോപാംഗം ദ്രുതചലനവുമായി നടക്കുന്ന പെണ്ണുങ്ങളെയാണ് അങ്ങേർക്കിഷ്ടം. എന്നെ അയാൾ കല്യാണം കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നിനക്കാരെ ഇഷ്ടം? എനിക്കില്ലേ ഒരു 25, 26, 27, 30 താഴെയുള്ള ആണുങ്ങളെയാണ് ഇഷ്ടം. വെളുത്ത് തുടുത്തിരിക്കുന്ന സുന്ദരന്മാരെ, അല്ലാതെ ചേച്ചിയുടെ ഭർത്താവിനെ പോലുള്ള പുരുഷന്മാരെ എനിക്കിഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിന് സൗന്ദര്യമില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, ചേച്ചിയുടെ ഭർത്താവ് ചെറുപ്പത്തിൽ സുന്ദരനായിരുന്നു. പക്ഷേ എനിക്ക് കളവന്മാരോട് താല്പര്യമില്ല. എനിക്ക് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരോടാണ് താല്പര്യം. ചേച്ചിക്കാരോട് താല്പര്യം എനിക്കങ്ങനൊന്നുമില്ല. എൻ്റെ ഭർത്താവിനോട് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി വേണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് രാത്രി വണ്ടി വിടുമ്പോൾ ഒന്ന് മാറിയിരുന്നാൽ മതി. ചേച്ചിക്ക് മനസ്സിലാകും അന്യപുരുഷൻ എത്രത്തോളം സ്വാധീനം ചേച്ചിയിൽ ചെലുത്തുവെന്നും. എടി, തോന്നിയാസം പറയരുത്. നീ ഇത്തരക്കാരെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനാണോ നീ എൻ്റെ അടുത്ത് കൂടിയത് എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ചേച്ചി ഇത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എൻ്റെ ഭർത്താവിനെ ചേച്ചി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചി ഒന്ന് കോൺടാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കുക, ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു ആനക്കാര്യമായിട്ട് കരുതേണ്ട കാര്യമില്ല. ഇപ്പം നോക്കിക്കേ, ആ ചെക്കൻ, ഞാൻ മോഹിച്ച ചെക്കൻ, ഞാൻ സിഗ്നൽ കൊടുക്കാതെ തന്നെ എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ചേച്ചി ഇത്ര ശരിയാവതെന്ന് ചമേണ്ട കാര്യമില്ല. ചേച്ചിയെ കണ്ടാലറിയാം ഇതിലൊക്കെ നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണെന്നും. നീ എന്ത് തോന്നിയാസാടി പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, തോന്നിയാസൊന്നുമല്ല, എനിക്കറിയാം. ചേച്ചിയുടെ ലക്ഷണം കണ്ടാലറിയാം ചേച്ചിക്ക് നല്ല താല്പര്യമുള്ള ടൈപ്പാണെന്നും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, അവനെ ഇപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ഓക്കെ ആക്കി തരും. ഞങ്ങളുടെ വീട്ടിലേക്ക് അവനെ തന്നെ ക്ഷണിക്കും. ഞാനും ഭർത്താവും അവനും കൂടെ അത്താഴം കഴിക്കും. അത് കഴിഞ്ഞ ശേഷം അത്താഴ ദീപാരാധനയുണ്ട്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും. ചേച്ചി ഇവിടെ പഴയ ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. അയാൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, ചേച്ചിക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ല. ഇപ്പോഴത്തെ ചില ആൾക്കാരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊക്കെ ജീവിക്കുന്നത് 2024-ലും മനസ്സാണെങ്കിൽ 4-ാം നൂറ്റാണ്ടിലും. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവൾ പിണങ്ങി തലയും വെട്ടിച്ചങ്ങ് പോയി. എനിക്കാകെ അത്ഭുതമായിരുന്നു. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു, ആ പെണ്ണിനോട് ഭയങ്കര സ്നേഹം കാണിച്ചില്ലേ, അവൾ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. അപ്പോൾ ഭർത്താവ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഒന്നടങ്ങിയിരിക്കും മനുഷ്യ, എല്ലാവരും ശ്രദ്ധിക്കുമെന്ന്. പിന്നെ ശ്രദ്ധിച്ചാലെന്താ, നീ പറഞ്ഞത് അവർ കേട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തിനാ ചിരിച്ചത്? എടി, ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമല്ലേ. ഇവിടെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം തന്നെ നമ്പരെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. വർഷങ്ങളോളം ഒന്നിച്ച് ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റീഫ്രഷ്മെൻറ്റ് വേണ്ടേ? അതിനാണ് ഈ ടൂറുകളും മറ്റും.
ഒരേ മനസ്സുള്ള പല ആൾക്കാരെയും പല സ്ഥലത്ത് വെച്ചും പരിചയപ്പെടാം. അതിൻ്റെ കൂട്ടത്തിൽ അവനവൻ്റെ കാര്യങ്ങൾ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ ഇത്തരം ടൂറുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന്? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ടൂറിൽ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നമ്മൾ ആദ്യ ടൂറല്ലേ, ഇതിപ്പോൾ അതൊന്നും വിചാരിച്ചിട്ടല്ല, സ്ഥലം കാണുമെന്ന് വിചാരിച്ച് വന്നാണെന്ന്. എനിക്ക് സംശയമായി. അല്ലല്ല, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഈ ടൂറിൻ്റെയൊക്കെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഇതിൽ പിടിച്ചു വലിച്ചത്. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറേ നേരം ഭർത്താവിനോട് തർക്കിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി. വർഷങ്ങളായിട്ട് നിന്റെ തിരുമോന്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ കൂടുതൽ നല്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുമാത്രമല്ല, 24 മണിക്കൂറും എന്നെ നീ നിർബന്ധിക്കുകയാണല്ലോ. ഇതിന് മാത്രം എൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? 20-25 വയസ്സുള്ളൊരു ചെക്കൻ നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിനക്കതൊരു ഭാഗ്യമല്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സ് വെച്ചിട്ടാണോ ടൂറിന് വന്നത്? അങ്ങനെയൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത്? ഇത്രയും കാലമായിട്ട് നിങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടീ, ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, 2 കുട്ടികളും ഉണ്ടായി, നിനക്കെല്ലാം നിർത്തുകയും ചെയ്തു. ഇനിയിപ്പം നമ്മൾ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് എന്ത് കാര്യമാണ്? എന്തെങ്കിലും ആസ്വദിക്കാനുണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റിയ പ്രായമാണ് 40ാമത്തെ വയസ്സ്. നീ ഇങ്ങനെ സത്യവതി ചമഞ്ഞ് സദാചാരം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ ഇതുവരെ നിന്നോട് പറയാതിരുന്നത്. ആഹാ, നിങ്ങളപ്പോൾ വേറെ എന്തൊക്കെ ചുറ്റുകളികൾ ഉണ്ടായിരുന്നു, ഞാൻ അറിയാതെ. അതിന് നീ അറിയാതെ എനിക്കത് ചുറ്റുകളി. എൻ്റെ മൊബൈലിൽ കൂടെ നീ നോക്കിയില്ലേ? അതൊന്നുമല്ല, മൊബൈലിൽ കൂടെ ഒന്നും അല്ലല്ലോ, ഇതൊക്കെ ഡയറക്റ്റുള്ള കാര്യമല്ലേ? നിങ്ങളുടെ ഓഫീസിൽ കുറേ പെണ്ണുങ്ങളില്ലേ? ഉണ്ടായിരുന്ന മനുഷ്യ, ഉണ്ടോ? എന്തുണ്ടോന്ന്? നിങ്ങൾക്ക് മറ്റു പെണ്ണുങ്ങളോട് ബന്ധമുണ്ടായിരുന്നോ? ഞാൻ അറിയാതെ. ഉണ്ടെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്യും? നീ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അതൊന്നും എനിക്ക് പറയാൻ ഉദ്ദേശമില്ലെന്ന്. അപ്പം നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടീ, നിൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല. ഇതൊന്നും എൻജോയ് ചെയ്യാൻ നിനക്ക് പറ്റില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെല്ലാം ആസ്വാദകരമായിട്ട് തേടി നടന്ന് ആസ്വദിച്ച് ജീവിക്കുകയാണ്. നിനക്കതൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പഴയ കാലങ്ങൾ കെട്ടിപ്പിടിച്ച് നടന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കതൊന്നും ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനേ പറ്റില്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. നീ എന്നെ എന്താ മൂക്കി കൂടെ കയറ്റി താഴോട്ടിറക്കുമോ? ഒന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നീ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. നിലത്ത് മണ്ണിലേക്ക് വീണ വെള്ളം തിരിച്ച് കുപ്പിയിലേക്ക് കയറ്റാനുള്ള വിദ്യയൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ ഭർത്താവിനെ നുള്ളാനും പിച്ചാനും ഒക്കെ തുടങ്ങി. പക്ഷേ ഭർത്താവ് ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, എടി, എങ്ങനെയാ അവൾക്ക് എന്നോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ചി, നിങ്ങളോട് അവൾക്ക് താല്പര്യമില്ല, കിളവന്മാരെ അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് പിഞ്ച് ചെക്കന്മാരെയാണ് ഇഷ്ടം. ഓ, എന്ത് ചെയ്യാനാ, എനിക്ക് ഭാഗ്യമില്ല, അവളൊരു സുന്ദരി കുട്ടിയാ, അവൾ നോക്കുന്നവരെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പുള്ളി ഒന്നും ശ്രദ്ധിച്ചില്ല. അവസാനം ഞാൻ ചോദിച്ചു, സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പം അവിടെ ഭർത്താവ് കാണാനൊക്കെ കൊള്ളാം, 32 വയസ്സുണ്ട്. അവൾ പറഞ്ഞതുപോലെ എന്നെ അവന് ഇഷ്ടമായിട്ട് നമ്മുടെ വീട്ടിൽ അവൻ തനിച്ച് വരികയാണ് വിരുന്നുകാരനായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് 2 പേർക്കും കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേരും, അല്ലെങ്കിൽ കണ്ടിരിക്കും. ഇനി അതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടക്കും, നിങ്ങൾക്ക് ഗസ്റ്റ് റൂമിൽ പോകാം എന്ന് പറഞ്ഞു. മനുഷ്യ, നിങ്ങളുള്ളതാണോ പറഞ്ഞത്, അതോ എൻ്റെ സ്വഭാവം അളക്കാൻ വേണ്ടി പറഞ്ഞാണോ? ഓ, ഞാൻ ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പം നിൻ്റെ സ്വഭാവം അളന്നിട്ട് എന്താ കാര്യം? അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്നോട് ഒട്ടും അസൂയയില്ലേ? ഓ, എന്ത് അസൂയാണ്! ഇത്രയും കാലമായില്ലേ, എത്ര വർഷമായി നമ്മൾ തനിച്ച്. ഇനിയെങ്കിലും ഒരു വെറൈറ്റി വേണ്ടടി. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അങ്ങനെ നമ്മൾ ആരും അറിയാതെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സമയമാണിത്. ഇപ്പോഴാകുമ്പോൾ നീ സേഫാണ്, നിനക്കൊരു പ്രശ്നം ഉണ്ടാകില്ല, എനിക്കാണെങ്കിലും പ്രശ്നമില്ല, പിള്ളേരും ഇവിടെയില്ല. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണിത്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ? ഇതേപോലെ സാഹചര്യമുള്ളവർ ഒത്തുവരുന്നത് ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെ ആയിരിക്കാം. ചിലർക്ക് യാത്രയായിരിക്കാം പ്രാധാന്യം, പക്ഷെ ചിലർക്ക് യാത്രകളിൽ നന്നായിട്ട് ആസ്വാദനമായിരിക്കാം ലക്ഷ്യം എന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് ഒന്ന് കുളിർന്നു. കാര്യം ഞാൻ വിചാരിച്ചതുപോലെയാണ് എൻ്റെ ഭർത്താവ്. ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. ചെറുപ്പകാലത്തൊക്കെ പല ആളുകളും എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, അതൊരു കടക്കല്ലേ, എനിക്ക് ഭർത്താവുണ്ട്. ഒരു കണക്കിന് നോക്കുമ്പോൾ വേസ്റ്റായി പോകും. ഭർത്താവും അതിടയ്ക്ക് പറഞ്ഞു, എടി, പ്രായം പോകുന്തോറും ഇനി നമ്മുടെ എല്ലാ സ്റ്റാമിനയും സൗന്ദര്യം നഷ്ടപ്പെടും. നമുക്ക് ആസ്വദിക്കാൻ തുടങ്ങിയാലോ? നീ നിൻ്റെ സദാചാരമൊക്കെ വഴിയിൽ വെച്ചിട്ട് കൂടെ കൂടുന്ന മോളെ എന്ന് ചോദിച്ച് പുള്ളി ഒരു നുള്ളിയത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സൊന്ന് കുളിർന്നു. എൻ്റെ ഭർത്താവ് എനിക്ക് അനുമതി തന്നു, ഞാനും അദ്ദേഹത്തിന് അനുമതി കൊടുക്കണം. ഈ ടൂർ കഴിയുമ്പോഴേക്കും ഞാൻ പൂത്തുലഞ്ഞ് പൂങ്കുളത്തിൽ വിരിയുന്ന താമര
താമരയായി മാറും. ആ താമര എന്നുമെന്നും വിരിഞ്ഞു നിൽക്കും. വർഷങ്ങളോളം വണ്ടുകൾ വരട്ടെ, വാടിപ്പോകുന്ന താമരയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവാണ് എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിൽ ചിരിച്ചു. എങ്കിലും ഇത്തിരി മസിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും ഈ കൂട്ടത്തിൽ എനിക്ക് പറ്റിയ പെണ്ണുങ്ങളില്ല. നിന്നോട് വന്ന് ചോദിച്ചാൽ അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അവൾക്ക് എന്നെയല്ലല്ലോ ഇഷ്ടം. ചെറുപ്പക്കാരല്ലേ ചോയ്സ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ, അവളുമായുള്ള സൗഹൃദം വിടണ്ട. അവനെ നമുക്ക് ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കാം. അതുവഴി ചിലപ്പോൾ അവൻ്റെ കോണ്ടാക്റ്റ് വഴി ഇനിയും നമ്മൾക്ക് പല കാര്യങ്ങളും കരഗതമാക്കാൻ പറ്റും. എനിക്ക് പറ്റിയ സിറ്റുവേഷൻസും ഉണ്ടാകും. തൽക്കാലം നിന്നെ അവൻ മോഹിച്ചതല്ലേ, എങ്ങനെയാണ് അവൾ വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നിരാകരിക്കാം? എന്താ ചേട്ടാ, അത് ശരിയാകില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ശരിയാക്കും. ഞാൻ പറഞ്ഞല്ലോ സദാചാരവും മറ്റു കാര്യങ്ങളും എടുത്ത് കളയണമെന്ന്. നിനക്ക് അവനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ആ, കൊള്ളാം, കുഴപ്പമില്ല. എങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. നമ്മളിനി പുതിയ തലമുറയിലെ ആളുകളാണ്. പഴയ മാമൂലുകൾ നമ്മൾ എടുത്തെറിഞ്ഞ് കളയുന്നു ഭർത്താവ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യം തോന്നി. ഭർത്താവ് സപ്പോർട്ട് ചെയ്താൽ പിന്നെന്താണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ അവളുമായിട്ട് പിന്നീട് സംസാരിച്ചു. അവളാദ്യം ഇത്തിരി ഒന്ന് പിണങ്ങിയെങ്കിലും പിന്നീട് ഓക്കെ ആയി. എന്നിട്ട് പറഞ്ഞു, ശരി ചേച്ചി, ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന. ഞങ്ങൾ ടൂറ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിയുമ്പം അവൾ എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനും ഭർത്താവും കൂടെ അങ്ങോട്ട് വരട്ടെ? എന്തിനാടി? എൻ്റെ ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നിനക്ക് ഇഷ്ടപ്പെടല്ലോ. അതല്ല ചേച്ചി, ശരിയാണ്, ചേച്ചിയുടെ ഭർത്താവ് ഇത്തിരി പ്രായമുള്ള ആളാണ്, എൻ്റെ ചോയ്സ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മൾ ബസ്സിൽ കണ്ട മണവാളം ചെക്കനില്ലേ, അവൻ ഞാൻ നമ്പർ കൊടുത്തിരുന്നു. അവൻ എന്നെ വിളിച്ചു. പക്ഷേ അവന് അവൻ്റെ സ്ഥലത്തൊക്കെ ഇറങ്ങി നടക്കാനും ഒന്ന് കാണാനും മടിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും ഭർത്താവും അവനും കൂടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം, ചേച്ചിക്കും എൻ്റെ ഭർത്താവിനും വേറൊരു ലോകം. എടി, അന്നേരം എൻ്റെ ഭർത്താവ് അങ്ങേർക്ക് വല്ലാത്ത ദുഃഖമാകില്ലേ? ചേച്ചിയല്ലേ പറഞ്ഞത് പുള്ളിക്ക് കാണാൻ ഇഷ്ടമാണെന്ന്. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താ? എൻ്റെ ഭർത്താവ് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി കൂട്ടു നിൽക്കുന്ന ആളാണ്. ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ 3 പേരും ഉണ്ടാകും. അദ്ദേഹത്തിന് നിങ്ങളുടെ ഇടയ്ക്ക് പങ്കുചേരാമല്ലോ എന്ന് പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവിനും ഡബിൾ സമ്മതം. അങ്ങനെ ഒരു 2ാം ശനിയാഴ്ച രാത്രിയിലാണ് അവർ 3 പേരും കൂടെ വന്നത്. ഞാൻ അവരെ 3 പേരെയും സൽക്കരിച്ചു നന്നായിട്ട്. അവളുടെ ഭർത്താവ് വന്നില്ലേ, സുന്ദര കുട്ടപ്പനായിട്ടാണ് വന്നത്. ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് അവൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു സുന്ദരിയാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിന് പക്ഷേ അസൂയയോ മറ്റു കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ആകാംക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഒരു പ്രശ്നമില്ല മാഡം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോയത്. ഗസ്റ്റ് റൂമിലേക്ക് അവളും പുതുമണവാളിനും കൂടെ പോയി. അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അവരാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ ഉത്സവത്തിന് വായ്ക്കുര വേണ്ടുന്ന പോലെ തോന്നി. അവൾ ഇത്തിരി കേമിയാണ്. പക്ഷേ ഞങ്ങൾ 3 പേരും ഒത്തിരി സംസാരിച്ചു. പല ഐഡിയോളജികളും കൈമാറി. 1-2 മണിക്കൂറോളം സംസാരം കഴിഞ്ഞ ശേഷമാണ് കേളി നളിനം വിടരുമോ എന്ന് ചോദിച്ച് അവൻ എൻ്റെ അടുത്ത് വന്നത്. ഞാനാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. ഹസ്ബൻഡാണെങ്കിൽ അവനെ എൻകറേജ് ചെയ്തു. മോനെ, നീയാണ് അവളുടെ നവകാമുകൻ. നിന്നിൽ നിന്ന് വേണം അവൾ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു. ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അത് മനോഹരമായ ഇതിവൃത്തമായിരുന്നു. എന്നും ചലിക്കുന്ന ഇതിവൃത്തം. അങ്ങനെ എൻ്റെ ഭർത്താവും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ചേർന്നു. മനോഹരമായ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു രാവായിരുന്നു അത്. മറക്കാൻ പറ്റില്ല. പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം. രാവിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പോയത്. പക്ഷേ അവളില്ലേ, അവൾ എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്തു തന്നു. അവൾ പോയി കഴിഞ്ഞ ശേഷം അടുത്ത ആഴ്ച തന്നെ അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരിയുടെ മൊബൈൽ നമ്പരും ഫോട്ടോയുമെല്ലാം എനിക്ക് അയച്ചു തന്നു. എൻ്റെ ഭർത്താവിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾക്കും എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവളുടെ കൂട്ടുകാരി അവൾ പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്നു. അന്ന് ഞാൻ അവരുടെ ഇടയ്ക്ക് ശല്യമായില്ല. ഭർത്താവിൻ്റെ രീതിയിലുള്ള തോട്ടത്തിലേക്ക് ഞാൻ തനിച്ചു വിട്ടു. അവർ 2 പേരും കൂടി അവരുടെ ജീവിതം പുതുതായിട്ട് തുടങ്ങട്ടെ. എനിക്ക് ഭർത്താവ് അനുവദിച്ചു തന്ന ഈ സൗഭാഗ്യങ്ങളിൽ ഞാൻ ഭർത്താവിനെ നന്ദി പ്രകാശിപ്പിച്ച് സഹായിച്ചു. അതും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പതിവായി ഒന്നിച്ചു ചേരുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയാണ് മാഡം പലപ്പോഴും
പല ടൂർ കമ്പനിക്കാരുടെ കൂടെ ടൂർ പോയിട്ടുണ്ട്. അവിടെയെല്ലാം കുറച്ച് പേര് ഇങ്ങനെയായിരിക്കും, ഇത്തരം കാര്യങ്ങൾ തേടി വരുന്നവരായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി കോണ്ടാക്റ്റ് ഉണ്ടായി. ഒത്തിരി കൈകൾ മറിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ വലിയൊരു സംഘം പോലെയാണ്. ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് മാഡം. സത്യം പറഞ്ഞാൽ എനിക്കൊത്തിരി ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം മാറി. എൻ്റെ മനസ്സ് ഹാപ്പിയാണ്, ഭർത്താവും ഹാപ്പിയാണ്. ഞങ്ങളുടെ അസുഖവും പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ പാതി കുറഞ്ഞതുപോലെ തോന്നുന്നു. എനിക്കിപ്പോൾ നല്ല ഊർജവും എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുനർജന്മമാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പഴഞ്ചൻ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വാർദ്ധക്യമാകുന്നത് വരെ ഭാര്യ ഭർത്താവും സദാചാരം പറഞ്ഞ് ജീവിതം വേസ്റ്റ് ചെയ്യുന്നത്? എനിക്കറിയില്ല. നമ്മുടെ കൾച്ചർ ശരിയില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു മാഡം. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. മാഡം കുറ്റം പറയും, ഉറപ്പാണ്. എന്നാലും ഞാൻ പറയാം, ഈ ഒരു കാര്യത്തിന് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരാളെ മാത്രം കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല മാഡം. അത് തെറ്റാണ്. ഒരു പ്രായം കഴിയുമ്പോഴെങ്കിലും നമ്മൾ വ്യത്യസ്തതകൾ തേടിയിറങ്ങണം എന്നാണ് ഈ ഒരു പുള്ളിക്കാരിയുടെ അഭിപ്രായം. എന്തായാലും സദാചാരത്തിനോ പൊതുസമൂഹത്തിനോ നിരക്കുന്ന ഒന്നും അല്ലെങ്കിൽ കൂടി ഞാൻ പറയണം. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് പ്രശ്നമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ കേട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി പേരാകുമ്പോഴേക്കും അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കുട്ടികൾ അറിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. രഹസ്യമായിട്ട് സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വ്യക്തിപരമായ കാര്യം തന്നെയാണ്. റിസ്ക് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കംഫർട്ടബിൾ ആണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെല്ലാം ആ കാര്യത്തിൽ വരണമെന്നോ അവരത് മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാര്യം ഓരോ വ്യക്തികൾക്കും ഓരോ രീതി, അതിൽ മാതൃകയാക്കാവുന്ന രീതിയുണ്ട്. ഇതെന്തായാലും മാതൃകയാക്കാവുന്ന രീതിയാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല.